ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ പിന്നെയും ഒരു എമിറേറ്റ്സ് ട്രിപ്പ് തന്നെയാണ് ഈ ഒരു വ്ളോഗിലൂടെ കാണുന്നത്. നാട്ടിലേക്കുള്ള ട്രിപ്പാണ്, ദുബായ് കൊച്ചി യാത്രയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇറാനായിട്ടുള്ള യുദ്ധമൊക്കെ നടക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യാത്ത ഫ്ലൈറ്റൊക്കെ നോക്കിയിട്ടാണ് എമിറേറ്റ്സ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാനും വൈഫും കൊച്ചും ട്രാവൽ ചെയ്യുന്നുണ്ട്. സോ ഞാൻ നോർമലി എമിറേറ്റ്സിൽ കാണിക്കാറുള്ള പ്രൊസീജിയേഴ്സൊന്നും വലുതായിട്ട് കാണിക്കുന്നില്ല. സ്റ്റാർട്ടിങ് പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രീവിയസ് ബ്ലോഗ്സ് നോക്കിയാൽ മതി എമിറേറ്റ്സിൻ്റെ. ഞാൻ ഇപ്പോൾ ഉള്ളത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 3ലാണ്. ഇവിടെ നിന്നാണ് എമിറേറ്റ്സ് സാധാരണയായി പുറപ്പെടുന്നത് കൊച്ചിയിലേക്ക്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ട്രാവലിൻ്റെ അപ്ഡേറ്റ്. ഇനി അധികം വൈകാതെ ഞാനൊരു ലോഞ്ച് കാണിച്ചു തരാം. മുമ്പ് വന്നിട്ടുള്ള ലോഞ്ച് തന്നെയാണ്, ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് റിവ്യൂ കാണിക്കാം. അതിനുശേഷം ഞാൻ ബേബിയായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ബേബിയോട് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ബേബിക്ക് സ്പെഷ്യൽ സീറ്റ് കയറാനുള്ള ഫ്ലൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും നോക്കി നോക്കാം. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വെൽക്കം ടു എബീസ് വ്ലോഗ്. അപ്പോൾ ഗായ്സ്, ഇതാണ് പ്ലാസ പ്രീമിയം ലോഞ്ച്. അതിവിശാലമായിട്ട് കിടക്കുന്ന ടെർമിനൽ 3ലുള്ളൊരു ലോഞ്ചാണ്. സാധാരണ എല്ലാവരും മർഹബ ലോഞ്ചാണ് ഉപയോഗിക്കുക. അവിടെ നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും നല്ല പ്രൈവസി തരുന്നതായിട്ടുള്ള ക്യാബിൻസൊക്കെ ഇതിനകത്തുണ്ട്. നമുക്ക് ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ക്യാബിൻ സ്പേസ്. നിങ്ങൾക്ക് നല്ല വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല സെറ്റപ്പും ലൈറ്റും പിന്നെ സോക്കറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈഫൈ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഇതേപോലെ ഇവിടെ കുറച്ച് ക്യാബിൻസ് കയറുള്ള അത് ഇങ്ങനെയുണ്ട്. നമുക്ക് ലാപ്ടോപ്പൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു ഹെക്സഗൺ സെറ്റപ്പ് നല്ല സെറ്റപ്പായിരിക്കും. ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു ഉന്തുവണ്ടി വെച്ചിരിക്കുന്ന പോലത്തെ സെറ്റപ്പിൽ ഒരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലോഞ്ചിൽ നമുക്ക് ഷവർ ഏരിയ ഉണ്ട്. നമുക്കൊരു 5 ഷവർ റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോങ് ടൈമിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഷവർ ഏരിയ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് ക്യാബിൻസും കൂടി ഉണ്ട്. ഉള്ളിലേക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, കൃത്യമായിട്ട് നല്ലൊരു പ്രൈവസിയിൽ നമുക്ക് നിൽക്കാം. ഓക്കെ, ഫുള്ളി ക്ലോസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ലോഞ്ചിൽ നമുക്ക് ഒരു എയറോ ബാർ കാണാം. എയറോ ബാറിനുള്ളിൽ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിഷ്വൽസ് കാണാൻ പറ്റും. ആ എയറോ ബാറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഒരു മജ്ലി സെറ്റപ്പുള്ളൊരു ഒരു ഹട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കോഫി ടീ ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു വെൻഡിങ് മെഷീൻ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഫുഡ് കൗണ്ടേഴ്സ് ഉള്ള നമുക്കുള്ളത്. ഇവിടെ നമുക്ക് അതിവിശാലമായിട്ടുള്ള ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമുക്ക് എടുക്കാം. ഈ ഒരു ലോഞ്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ പ്രൈവറ്റ് ക്യാബിൻസ് ഉള്ള നല്ലൊരു ഹാള്, യൂണിറ്റ് പോലത്തെ ഒരു സംഭവം. TV ഒക്കെ വെച്ച് ഫാമിലിയൊക്കെയായിട്ട് വന്ന് ഈസി ആയിട്ട് TV എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണ്. ഇതേപോലെ ഒരു 3-4 എണ്ണം ഇതിന് ചുറ്റുമായിട്ടുള്ളതുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ലോഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല തരം പ്രൈവസി തരുന്ന നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ലോഞ്ച് തന്നെയാണ് ഈ ഒരു പ്ലാസ പ്രീമിയം ലോഞ്ച്. ഇതിന് തൊട്ടടുത്തായിട്ട് കിഡ്സിൻ്റെ പ്ലേ റൂമും കൂടെ ഉണ്ട്. കുട്ടികൾ കളിക്കാനുള്ളൊരു നല്ലൊരു ഏരിയയും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പാരൻസ് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ കിഡ്സിന് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നൊരു ഏരിയ. ഇവിടെ നമുക്ക് അതിന് നല്ല സൗകര്യമുണ്ട്. കിഡ്സിൻ്റെ ചാനലിലൂടെ വെച്ചിട്ടുണ്ട്. അവർ കളിക്കാനുള്ള ചെറിയ ബേസിക് കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് സെഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിനകത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ഏതാ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ചെറിയ കുറച്ച് റോളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അധികം ഹീറ്റില്ല, നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇവിടെ പേസ്ട്രീസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ലൈവ് കിച്ചൺ തന്നെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പുറകെ കിച്ചൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്നാക്സിൻ്റെ ടൈമൊക്കെയാണെന്ന് തോന്നുന്നു. ഫലാഫൽ, UAE പ്രശ്നമായിട്ടുള്ള ഫലാഫൽ ഇതിനകത്ത് കാണാം. പൊട്ടറ്റോ വെഡ്ജസിൻ്റെ ഒരു ഡിഷ്, നമ്മുടെ റൈസ്, കറികൾ, നല്ല അടിപൊളി ഡിഷസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന നൂഡിൽസ് കാര്യങ്ങളെല്ലാം കാണാം. ഇത് സെറ്റപ്പിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ സാലഡ് കൗണ്ടർ ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സാലഡ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ല അടിപൊളി സാലഡ്സും എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട പോലെ അധികം തിരക്കില്ലാത്തൊരു ലോഞ്ചാണ് ഈ പ്ലാസ പ്രീമിയം ലോഞ്ച്.
എല്ലാവരും മർഹബ ലോഞ്ച് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ദുബായ് ടെർമിനൽ 3 ട്രാവൽ ചെയ്യുമ്പോൾ ഈ ഒരു ലോഞ്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ചുറ്റൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒട്ടും എൻ്റെ ബാക്കിലാണെങ്കിൽ കൂടെ തിരക്ക് തീരെ ഇല്ല. മർഹബ ലോഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഫുള്ളാണ് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലോഞ്ച് ഈ വഴി ട്രാവൽ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട മജ്‌ലിസ് സെറ്റപ്പ് നല്ല ക്ലീനൊക്കെ ആക്കിയിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഫാമിലീസിനൊക്കെ വന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാനും എൻജോയ് ചെയ്യാനും ഒരു അറബിക് സൗന്ദര്യം ആസ്വദിക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോഞ്ചിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഞാൻ എമിറേറ്റ്സിൽ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കിട്ടും. കുട്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ട്രാവൽ ചെയ്യുന്നവർക്ക് ഈ ഒരു ഏരിയയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം താഴത്തേക്ക് മടക്കി വെക്കുന്ന രീതിയിലാണ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ക്യാമറയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഈ ഒരു ടാബിലാണ് നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഈ ഒരു ബേസിൻ സിസ്റ്റം കണക്ട് ചെയ്യാനുള്ള ഹോൾ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഫ്രണ്ടിലുള്ള വോളിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സെറ്റപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ കുട്ടി നല്ല രീതിയിൽ കളിയും ബഹളമൊക്കെയാണ്. നമ്മുടെ ബബിളിക്കുട്ടൻ സ്പീക്കേഴ്സ് അവർ തന്നതിൽ വെച്ചിട്ട് അവൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെയും ഫസ്റ്റ് ടൈമാണ് അവനത് ഇങ്ങനത്തെ സ്പീക്കേഴ്സ് ഹെഡ്ഫോൺസ് ഉപയോഗിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുകയാണ്. നല്ല അടിപൊളി സെറ്റപ്പ് ഉള്ള സീറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കുറേ പേർക്ക് എമിറേറ്റ്സിൻ്റെ. നമുക്ക് വേണ്ട പില്ലോയും ചെറിയ ബ്ലാങ്കറ്റൊക്കെ അടക്കുന്ന കിറ്റൊക്കെയും ഫസ്റ്റ് തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചു. കയറി കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ നമുക്ക് മെനു കാർഡ് തന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റിലെ മെനു. നമ്മൾ ഓൾറെഡി ഫുഡ് പ്രീ ബുക്ക് ചെയ്തേക്കാണ്. ഞാൻ ഡയബറ്റിക് മെനു, വൈഫ് അലക്കാട്ടെ മെനു ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ അത് വൈകാതെ തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. നമ്മൾ ബേബിയായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ബേബിക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ടോയും എമിറേറ്റ്സ് ക്യാബിൻ ക്രൂ നമുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിമാനം പതുക്കെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ റൺവേയിലൂടെ പറന്നുയർന്നിരിക്കുകയാണ്. ഈ വിൻഡോയുടെ അങ്ങകലെ അറ്റത്തേക്ക് ഞാനൊന്ന് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. അങ്ങ് സൂമിൻ ചെയ്യുമ്പോൾ നമുക്ക് ബുർജ് ഖലീഫ അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. എമിറേറ്റ്സിൻ്റെ സ്കൈവാർഡ് മെമ്പർഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഓൺ എയർ വൈഫൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണക്ട് ചെയ്യുക, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ വൈഫൈ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലാത്തവർക്ക് വേണമെങ്കിൽ $2 കൊടുത്തൊരു ചാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ചാറ്റ് മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കുള്ളൂ. ലൈക്ക് വാട്സപ്പ്, സ്നാപ്ചാറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റിലോട് നീളം. ടേക്ക് ഓഫും ലാൻഡിങ്ങിൻ്റെ ടൈമിൽ പറ്റില്ല. ബാക്കി എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ എമിറേറ്റ്സിൽ ട്രാവൽ ചെയ്യുന്നവരാണെന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ ക്രെഡൻഷ്യൽസ് നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ബോർഡ് വൈഫൈ നമുക്ക് യൂസ് ചെയ്യാം. ഓൺ എയർ എന്നാണ് അതിൻ്റെ പേര്. ജസ്റ്റ് ഇതിൽ സൈനപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വാട്സപ്പൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആളുകളൊക്കെ നിങ്ങൾ പിക്ക് ചെയ്യാനൊക്കെ എയർപോർട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സംവിധാനം വളരെ യൂസ്ഫുള്ളായിരിക്കും. നമുക്ക് വാട്സപ്പിലൊക്കെ അവർക്ക് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് തുടരും മൂവി പ്ലേ ചെയ്തേക്കാണ്. നമുക്ക് സീറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു പാഡ്, നമുക്ക് ഈ പാഡ് നമുക്ക് കാണാം. അത് നമുക്ക് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു മൊബൈൽ പോലെ തോന്നുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറ്റൻഡർ വിളിക്കാനുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. ബാക്കിൽ ഗെയിമൊക്കെ കളിക്കുന്നവർക്കും ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ലെറ്റേഴ്സ് അടങ്ങുന്ന ക്യൂട്ട് കീപാഡൊക്കെ ഉള്ള ഒരു സംഭവം ഈ ഒരു റിമോട്ടിൻ്റെ ഭാഗമായിട്ടൊന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന സംഭവത്തിലുണ്ട്. അപ്പോൾ തുടരുവാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ഫ്ലൈറ്റിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന മൂവി. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബേബിയൊക്കെ ഉള്ളതാണ്, ചിലപ്പോൾ വാശി പിടിക്കും. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് തുടരും മൂവി കണ്ടിട്ട് വരാം.
കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എമിറേറ്റ്സ് ക്യാബിൻ ക്രൂ നമ്മുടെ അടുത്ത് വന്നൊരു ഫോട്ടോ അവരുടെ പോളറോയിഡിൽ എടുത്ത് വന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ അത് നല്ലപോലെ വിസിബിൾ ആവും. നമ്മളുടെ ഒരു ട്രാവൽ മെമ്മറിക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ആണ്. കഴിഞ്ഞില്ല, ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനെടുത്ത ഫോട്ടോ ഇതേപോലെയായി. ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. ഡയറ്റ് ഫുഡാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ ചെയ്തിട്ടത്. നല്ല അടിപൊളി സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ട് നല്ല ചൂടും ഉണ്ടായിരുന്നു. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്തു ഇവരുടെ ഈ ഒരു മീലിനകത്ത്. ഞാൻ ഡ്രിങ്ക്സ് ആയിട്ട് പറഞ്ഞത് റെഡ് വൈനാണ്. അതും ഈ ഒരു ഗ്ലാസ്സിൽ അവരെനിക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ വൈഫിൻ്റെ ഫുഡും വന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു കിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബേബിക്ക് നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ആണ് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നത്. നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൊച്ചിന്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടാണ് ഫ്ലൈറ്റിൽ ഇരിക്കുന്നത്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഹാപ്പി ബേബിയായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഹാപ്പിനെസ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ ബേസിനെറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഏകദേശം 3-3.25 മണിക്കൂർ നീണ്ട നമ്മുടെ ദുബായ് കൊച്ചി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൊച്ചി റൺവേ ആണ് ഈ ഒരു ഇതിൽ കാണുന്നത്, ക്യാമറയിൽ കാണുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ പിന്നെയും കണ്ടുമുട്ടാം. ബൈ.